എൻ്റെ കഥയിൽ നിന്ന് ഞാൻ എഴുതിയ ആദ്യത്തെ സിനിമ തലസ്ഥാനമാണ്. പണവും പ്രതാപമുള്ള സകല ചെറ്റയ്ക്കും ഈ ഷോർട്ടിന്റെ ഇടയിൽ എങ്ങനെ ഒരു ഗിവ് ആൻഡ് ടേക്ക് നിങ്ങൾ രണ്ടുപേരും? അതിനുള്ള ട്രോൾ ഫോട്ടോ ഞങ്ങൾ ഇപ്പോഴേ പുള്ളിക്ക് ഓക്കെ ആവുന്നുണ്ട്, എനിക്ക് ഓക്കെ ആവുന്നില്ല. എനിക്ക് ഓക്കെ ആവുന്നുണ്ട്, അവർക്ക് ഓക്കെ ആവുന്നില്ല. ബേസിൽ നോക്കിയാൽ കുറച്ച് ഞാൻ പുറത്തിറങ്ങി ഞാൻ നോക്കിയാൽ നീങ്കാട് പുറത്ത് ഇങ്ങനെ ഇരിക്കുക ദേഷ്യപ്പെട്ടിട്ടേ. ഓം ശാന്തി വന്ന് സബ്ജക്റ്റ് പറയുമ്പോൾ ഞാൻ ചെയ്താൽ ശരിയാവില്ല, എനിക്കൊരു ബലം പിടുത്തമുണ്ട്. സുരേഷ് ഗോപി തൊട്ട് വലിയ വലിയ എല്ലാവരെയും നല്ല ഫയർ ബ്രാൻഡ് ഡയലോഗ്. കാര്യം സാറിനോട് ഇപ്പോൾ വിളിച്ചു ചോദിച്ചു, അത് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കിയെന്ന് പലരും വിളിച്ചു ചോദിച്ചു. ഉണ്ടാക്കിയെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. ഞാനൊരു ഫുൾ ടൈം പൊളിറ്റീഷ്യനായിരുന്നു. ദാറ്റ് ഹാസ് ഇൻഫ്ലുവൻസ്. മുഴുവൻ രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ടായിരുന്നതാണ്. ഓം ശാന്തി ഓശാന, ഡോക്ടറിന്റെ വേഷം, ഗോദ, ജേക്കബ്, ഇത് മൂന്നും എനിക്ക് ഭയങ്കര സാറിന്റെ ആക്ടിങ്ങിൽ ഫേവറേറ്റ് ആയിട്ടുള്ള റോൾസ്. വേലുത്തമ്പി 2010 ഉണ്ടായ പ്രോജക്റ്റാണ്. ഹായ് ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു അവർ ഷോ അൺടോൾഡ് വിത്ത് അസിൻ. ഇന്ന് നമ്മുടെ ഇവിടെ കുറച്ച് അൺടോൾഡ് സ്റ്റോറീസ് പറയാനുള്ളത്. പടക്കുതിര എന്ന ചിത്രം ഉടൻ തിയേറ്ററിലേക്ക് എത്തുകയാണ്. അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങൾ പങ്കുവെക്കാൻ വി ഹാവ് രഞ്ജി പണിക്കർ, അജു വർഗീസ് ആൻഡ് ഡോക്ടർ സലോൻസോ. 3 പേർക്കും വെൽക്കം. അപ്പോൾ രഞ്ജി സാർ, ഈ വർഷം 35 വർഷമാവാണ് സിനിമയില്. 35 വർഷമായി. ഇപ്പോ അജുവേട്ടന് ഈ വർഷം 15 വർഷമാവാണ്. ശരിക്കും ഇത്രയും നാളത്തെ ഒരു സിനിമാ ജീവിതം എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് പേഴ്സണൽ ലൈഫിൽ? സിനിമ ജീവിതത്തിനെ സമൂലമായി ബാധിക്കുന്ന ഒരു കരിയറാണ്. നമ്മുടെ അതുവരെയുള്ളൊരു ജീവിത പരിസരങ്ങളിൽ നിന്ന് വേറൊരു പരിസരത്തിലേക്ക് നമ്മൾ മൈഗ്രേറ്റ് ചെയ്യുകയാണ്. കാരണം നമ്മളൊരു പൊതുസമൂഹത്തിൽ അറിയപ്പെടുന്ന ആളാവുന്നു, നമ്മളെ ആളുകൾ തിരിച്ചറിയുന്നു, നമ്മൾ പറയുന്നതിനെ വേറൊരു തരത്തിൽ വേറൊരു പ്രാധാന്യത്തിൽ കേൾക്കുന്നു. നമ്മളുടെ സിനിമകളുടെ സ്വഭാവവുമായി നമ്മളെ ഏതെങ്കിലുമൊക്കെ അർത്ഥത്തിൽ ചേർത്ത് വയ്ക്കുന്നു. അങ്ങനെ പലതരത്തിൽ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതാണ്. സിനിമയിൽ നമ്മൾ ലൈം ലൈറ്റിലും അല്ലാതെയും ഒക്കെ ജീവിച്ചു പോരുന്ന ഒരു കാലഘട്ടമാണ് സിനിമ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റേതായ വേലിയേറ്റങ്ങളും വേലിയിറക്കങ്ങളും ഒക്കെ ജീവിതത്തിലും കരിയറിലും ഉണ്ടാവും. അതാണ് സിനിമ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ഒരു മാറ്റം. എന്നെ സംബന്ധിച്ചിടത്തോളം അതാണ്. നമ്മുടെ അടിസ്ഥാനപരമായിട്ട് നമ്മുടെ ഒരു വ്യക്തിത്വത്തെ അല്ല മാറ്റുന്നത്, നമ്മളെ എങ്ങനെ കാണുന്നു എന്നതിൽ വലിയ മാറ്റം സംഭവിക്കും. അത് ഒരു വലിയ അഡ്വാൻറ്റേജ് ആണ്, വലിയ റെസ്പോൺസിബിലിറ്റിയുമാണ്. ഈ ശരിക്കും സിനിമയിൽ വരുന്നതിന് മുമ്പ് ഈ പത്രം, മാധ്യമ പ്രവർത്തനം അങ്ങനെ നിന്നപ്പോൾ ശരിക്കും സിനിമയിൽ വന്നു കഴിഞ്ഞിട്ട് ഈ കാണുന്ന പെർസ്പെക്റ്റീവ് ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ടോ? സിനിമയെ കാണുന്ന വിധവും ടേക്ക് കെയർ ചെയ്ത വിധമൊക്കെ? സിനിമയെ കാണുന്ന വിധത്തിൽ വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല. നമ്മൾ സിനിമയുടെ ഭാഗമായി നിൽക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഉത്തരവാദിത്വങ്ങളിൽ മാറ്റമുണ്ടാകും. നമ്മളൊരു സിനിമയുടെ പരിസരത്ത് തന്നെ പത്രപ്രവർത്തനം അല്ലെങ്കിൽ മാധ്യമപ്രവർത്തനം നടത്തി ജീവിക്കുമ്പോൾ ഉള്ള ജീവിതമല്ല സിനിമയുടെ ഒരു ഭാഗമായി നിന്നുകൊണ്ടുള്ള ജീവിതം. അതിന് വ്യത്യാസമുണ്ട്. സിനിമയെ നമ്മൾ കാണുന്നതിൽ വ്യത്യാസം ഉണ്ടാവണമെന്നില്ല. സിനിമയെ പലപ്പോഴും നമ്മൾ പകുതി ഒരു പ്രേക്ഷകന്റെ മനസ്സുകൊണ്ട് കാണുകയും പകുതി സിനിമയുടെ ഭാഗമായി നിൽക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് കാണുകയും ചെയ്യും. അതൊരു മിക്സ്ചറാണത്, ഒരു സമ്മിശ്ര അവസ്ഥയാണത്. അജേട്ടന് എന്തൊക്കെ മാറ്റങ്ങളുണ്ട് 15 ഇയേഴ്സ്? സാറ് പറഞ്ഞതിനോട് എനിക്ക് പേഴ്സണലി എൻ്റെ ഇതിൽ ചെറിയ വ്യത്യാസം ക്യാരക്ടറിൽ വന്നിട്ടുണ്ട്. കാര്യം സാറിന് അത്യാവശ്യം വിൽ പവർ ഉള്ള വ്യക്തി ആയതുകൊണ്ടും കോൺഫിഡൻസ് അങ്ങനെയുള്ള വ്യക്തികളാണ്. എനിക്ക് പൊതുവെ അത് കുറവാണ്. അപ്പോൾ സിനിമയിൽ വന്നു കഴിയുമ്പം കുറച്ചും കൂടി വിധേയത്വം കൂടി പ്രേക്ഷകരോട്. കാര്യം എവിടെയോ ഭയങ്കരമായ ആ തോന്നൽ എൻ്റെ ഉള്ളിൽ ഉണ്ടാക്കിയിട്ടുണ്ട്, അവരുടെ കാശിന് ജീവിക്കുന്ന വ്യക്തിയാണെന്നുള്ളത്. ഇപ്പം വേറെ ഇപ്പം ഞാനൊരു സ്കൂൾ മാഷോ അല്ലെങ്കിൽ ബാങ്ക് എംപ്ലോയിയോ ഒക്കെ ആണെങ്കിൽ എനിക്ക് ചിലപ്പോൾ ഇത്രയും തോന്നണമെന്നില്ല. കുറച്ചും കൂടി ധാർഷ്ട്യത്തോടെ ഞാൻ ജീവിച്ചേനെ, അഹങ്കാരത്തോടെ കുറച്ചുകൂടി. എനിക്ക് ആഗ്രഹം അതായിരുന്നു കുറച്ചുകൂടി. പക്ഷെ ഇതാകുമ്പോൾ നമ്മൾ പേഴ്സണൽ ഇതാണ് ഞാൻ പറയുന്നത്, സമീപനത്തിൽ ഒരുപാട് കൂടി നമ്മൾ എന്താ പറയുക ഒതുങ്ങി വന്നു, വേറെ വഴിയില്ലാത്തതുകൊണ്ട്. അപ്പം ഒരുപാട് ആഗ്രഹിച്ചൊരു ഇൻഡസ്ട്രിയാണ്. ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രവർത്തിക്കുന്നത് ഏറ്റവും എന്താ പറയുക വാല്യൂ ഉള്ള
ഉത്തരമായ ഒരു ഇൻഡസ്ട്രിയിലാണ്. എന്ന് വെച്ചാൽ മറ്റു ജോലികൾ ഇതിലും പാട് കുറവുള്ളതെന്ന് പറയില്ല, ഇതിലും പാടുള്ള ജോലിയൊക്കെ ഉണ്ട് ഞാൻ വിശ്വസിക്കും. പക്ഷെ ഐ ബിലോങ് ടു എ പ്ലേസ് വിച്ച് ഇസ് വെരി ഡിവൈൻ ഫോർ മീ, എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ. അപ്പം അതിനോട് കാണിക്കേണ്ട ഉത്തരവാദിത്വം ആ ഹൈറ്റ്സിൽ തന്നെ എന്നുള്ളത് വന്ന സമയത്തേക്കാളും കൂടുതലായി മാറുന്നുണ്ട്, ആ റെസ്പോൺസിബിലിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ. അപ്പം അതിനെടുക്കേണ്ട എഫേർട്ട് നേരത്തെ സാറ് പറഞ്ഞ പോലെ ഇവിടെ വരുമ്പോൾ നമുക്ക് എക്സ്ട്രാ ജോലി ചെയ്യാനുള്ളൊരു നിർബന്ധം ഉണ്ട്. അത് സന്തോഷത്തോടെ ചെയ്യാൻ പറ്റുക എന്നുള്ളതുണ്ട്. ഇത് രണ്ടും 15 ഇയേഴ്സിൽ വന്നതിനേക്കാളും കൂടുതൽ കീപ്പ് ചെയ്യാൻ പറ്റുന്നതാണ് എനിക്ക് കിട്ടിയ ഒരു തോന്നുന്ന ഒരു പ്രോഗ്രസ് എന്ന് പറയുന്നത്. ഇപ്പോൾ കമ്പാരിറ്റീവ്ലി ഇപ്പോൾ 2025 ഇപ്പോൾ ആദ്യ സിനിമയായിട്ട് എത്താം, ശരിക്കും എന്നാൽ ഈ ഒരു സിനിമ ചെയ്യാം, ഈ ഒരു ജോണറിൽ ഈ ഒരു കാസ്റ്റിലൊക്കെ ചെയ്യാമെന്ന് തീരുമാനം എടുക്കണേ? ആക്ച്വലി തീരുമാനം എടുക്കുന്നത് വളരെ ചുരുങ്ങിയ സമയത്താണ്, ഒരു 6 മാസത്തിനുള്ളിൽ എടുത്ത ഡിസിഷനാണ്. ജൂണിൽ ഈ പടത്തിനെ കുറിച്ച് പ്ലാൻ ചെയ്യുകയും അതിനുവേണ്ടി വർക്ക് ചെയ്യും. അതിന് മുമ്പ് സ്ക്രിപ്റ്റ് വർക്ക് നടക്കുന്നുണ്ടായിരുന്നു, ഡിസ്കഷൻസും ഉണ്ടായിരുന്നു. പക്ഷെ ഷൂട്ടിലേക്ക് എത്തി ഇതിൻ്റെ കഥയും കാര്യങ്ങളിലേക്ക് പ്ലാൻ ചെയ്യുമ്പോൾ ആദ്യം തിങ്ക് ചെയ്തത് ഇതിനൊരു ഹീറോ, അല്ലെങ്കിൽ നമ്മുടെ ഈ സിനിമയ്ക്ക് ക്യാരക്ടറിന് ആപ്റ്റായ ഒരു ഹീറോ വേണം. അപ്പോൾ പലരും പല ഒപ്പീനിയനും പറഞ്ഞപ്പോഴും ആദ്യം പറഞ്ഞ് ഡയറക്ടർ എന്ന നിലയിൽ അജുവായിട്ട് വേണം, അജു സാറ് വേണം എന്നുള്ള ഒരു ഡിസിഷനിൽ തന്നെയായിരുന്നു നിന്ന്. കാരണം ഈ ക്യാരക്ടറിന് വേറെ ആരും പറ്റില്ല എന്നുള്ളത് അത് സിനിമ കാണുമ്പോൾ നിങ്ങൾക്കും മനസ്സിലാവും. അതായിരുന്നു ഇത്. പിന്നെ ഈ ഓഗസ്റ്റ് 18 അതിൻ്റെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തത്. എല്ലാവരുടെയും സഹായത്തോടെ പെട്ടെന്ന് ഇത് തീർക്കാൻ പറ്റി. ഡിസംബറിലെന്നാണ് പ്ലാൻ ചെയ്തിരുന്നത്, പക്ഷേ അത് ഈ മാസം എൻ്റെയോടുകൂടി ഞങ്ങൾക്ക് പുറത്തു കൊണ്ടുവരാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. ഇതാണ് ശരിക്കും ഈ രഞ്ജിത്ത് സാറിന്റെ എല്ലാ കരിയറിലും എല്ലാ ബ്രേക്കിലും അജു ഏട്ടനുണ്ടല്ലോ. കാരണം എല്ലാ ബ്രേക്ക് വന്നിട്ടുള്ള സിനിമ അഭിനയം ആരംഭിച്ചതിന് ശേഷമുള്ള ഓം ശാന്തി, പ്രധാനപ്പെട്ട സിനിമകളിലെല്ലാം ഉണ്ട്. ഉണ്ട്, ജേക്കബിന്റെ സ്വർഗരാജ്യത്തിലുണ്ട്, ഓം ശാന്തിയിലുണ്ട്. ഓം ശാന്തി മിഥുനെ ഞാൻ സാറിനെ ആദ്യമായിട്ട് ഞാൻ വിളിക്കുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. നമുക്ക് ഞാൻ പറഞ്ഞില്ല, ഒന്ന് കോൺഫിഡൻസ് ഇല്ല, 2 ഫയർ ബ്രാൻഡ് സിനിമകൾ, വ്യക്തിത്വം. സാർ നേരത്തെ പറയില്ലേ, അത് നമ്മൾ വിശ്വസിക്കും പ്രേക്ഷകർ, ഇവരിങ്ങനെ അല്ലേ. അങ്ങനെ ഞാൻ ധൈര്യം സംഭരിച്ച് വിളിച്ചു. കാര്യം എൻ്റെ കോൺഫിഡൻസ് മിഥുൻ മാനുവൽ തോമസാണ്. സാറിൻ്റെ ഒപ്പം കട്ടയ്ക്ക് സംസാരിക്കാറിയാന്നുള്ള കോൺഫിഡൻസ് എനിക്ക് അവനിലുണ്ടെന്ന് അറിയാം. അപ്പൊ അവനൊരു സബ്ജക്റ്റ് പറഞ്ഞു, അത് സാർ കേൾക്കണം എന്ന് ഭയങ്കര ആഗ്രഹം. അങ്ങനെ ഞാൻ സാറിനോട് ചോദിച്ചു, ഇങ്ങനെ ഒരു വ്യക്തി വയനാട്ടിൽ നിന്ന് വന്നതുണ്ട്, പുള്ളിയുടെ ഒരു കാര്യം സംസാരിക്കും. അതെ, അപ്പൊ അങ്ങനെ ചോദിച്ചിട്ട് ഞാൻ നിന്നിട്ട് മിഥുനെ കണക്ട് ചെയ്തു. എനിക്ക് ഭാഗ്യം അതൊരു ഓം ശാന്തിയിലോട്ട് എത്തി. എങ്ങനെ എനിക്ക് അതിനും പറയാം, കാരണം മിഥുൻ അതിനു മുമ്പ് എന്നെ കാണുകയും കഥ പറയുകയും ഒക്കെ പല സബ്ജക്റ്റുകൾ വന്ന് ഡിസ്കസ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അജു പറയുമ്പോൾ ഞാൻ എനിക്കറിയാം, മിഥുൻ എന്ന് പറയുന്ന ആളിനെ എനിക്കറിയാം. ആ സബ്ജക്ട് വിഷയം ഇന്നും നടന്നിട്ടില്ല. ഇല്ലില്ല, അല്ലല്ല. അപ്പൊ പിന്നെ ജേക്കബ് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ സാറിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു. ഞങ്ങൾ ഗോദ ചെയ്യുമ്പം ഒരു എന്താ അറിയോ, സാറിന്റെ ഒരു സമീപനം, സാറിന്റെ മക്കൾ രണ്ടുപേരോടും അദ്ദേഹം കാണിക്കുന്ന സമീപനം ഞങ്ങളോടും നിവിനോടാണെങ്കിൽ നമ്മളൊക്കെ എല്ലാവരോടും, ടു ഓൾ യങ്സ്റ്റേഴ്സ്. അപ്പൊ ആ ഒരു സീനിയർ ഇത് ആണെങ്കിൽ പോലും അത് ഫ്രണ്ട്ലിയാണ് ഭയങ്കര. അത് പേഴ്സണൽ ലൈഫിലും അദ്ദേഹം അങ്ങനെയാണ്. അപ്പൊ നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആണ്, നമുക്ക് അഭിപ്രായങ്ങൾ പറയാം. തെറ്റിപ്പോയാൽ നമ്മൾ മണ്ടത്തരമായിട്ട് ആണെങ്കിൽ അത് വിട്ടേക്ക്. അപ്പൊ ഗോതയൊക്കെ ചെയ്യുമ്പം എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയൊരു കാര്യമുണ്ട്, ആ മീശയൊക്കെ അറ്റാച്ച്മെന്റ് ഉണ്ട്, ഇച്ചിരി മീശ ഉണ്ടെന്ന് തോന്നുന്നു. ഇച്ചിരി ഒരു നമ്മൾ വേറൊരു മീശ, ഈ മീശയുടെ ഇത് ട്രിം ചെയ്തിട്ട് വേറൊരു മീശ ഇതിന്റെ പുറത്തൊട്ടിച്ചിട്ടുണ്ട്. അതെ, അപ്പൊ അതൊക്കെ എനിക്കിഷ്ടമാണ്, അതിൽ പണിയെടുക്കാൻ. അപ്പൊ ഞാനത് അഭിപ്രായമൊക്കെ പറഞ്ഞതൊക്കെ സാറ് റിസീവ് ചെയ്തു. പക്ഷെ അത് വലിയ കാര്യമല്ലേ, നമുക്ക് ആ റോൾ എന്നും നമുക്ക്. ഇൻഫാക്ട് ഓം ശാന്തി ഓശാന, ഡോക്ടറിന്റെ വേഷം, ഗോദ, ജേക്കബ്, ഇത് 3ഉം എനിക്ക് ഭയങ്കര സാറിന്റെ ആക്ടിങ്ങിൽ ഫേവറേറ്റ് ആയിട്ടുള്ള റോൾസ് ആണ്. ഈ പടക്കുതിരയും ഈസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് റോൾസ്. സാറിന്റെ വേഷം ശരിക്കും ഇതേ ഇതും തന്നെയുള്ള അലമാര വന്നിട്ട് പറയണേ. ശരിക്കും അതൊക്കെ ചെയ്യാനുള്ള
എനിക്ക് ഓം ശാന്തി വരുമ്പോൾ ഞാനത് ചെയ്യാൻ സത്യത്തിൽ തയ്യാറായില്ല. ഉം. ഓം ശാന്തി വന്ന് സബ്ജക്റ്റ് പറയുമ്പോൾ ഞാൻ ചെയ്താൽ ശരിയാവില്ല, എനിക്കൊരു ബലം പിടുത്തമുണ്ട്, അപ്പോൾ ആളുകൾ ശ്വാസം വിടണമെന്നൊക്കെ വിളിച്ച് പറയും. അതുകൊണ്ട് അപ്പോൾ മിഥുനും പിന്നെ നമ്മുടെ ജൂഡും കൂടെ പറഞ്ഞു, ഇല്ല സാറ് ശ്വാസം പിടിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഷോട്ടിൽ പറഞ്ഞോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറയണം, അല്ലെങ്കിൽ ഞാൻ പിടിക്കും. കാരണം എൻ്റെ ശരീരത്തിൽ അതുള്ളതാണ്, ആ ഒരു റിജിഡിറ്റി ഉള്ളതാണ്. അപ്പോൾ അങ്ങനെ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും വലിയ സമ്മർദ്ദത്തിലാണ് അത് ചെയ്തത്. അത് ഭയങ്കര ആ ഗെറ്റപ്പ് പിന്നെ അങ്ങനെ കണ്ടിട്ടുമില്ല. ചെയ്യാതിരുന്നെങ്കിൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടമാണ്. നഷ്ടമായി. ഈ പടക്കുതിരയുടെ വേഷം അങ്ങനെ തന്നെയാണ്, അങ്ങനത്തെ ഒരു ഭയങ്കര ഔട്ട് ഓഫ് സോണിൽ വന്നിട്ടുള്ള വേഷമാണ്. പടക്കുതിരയുടെ വേഷം അങ്ങനെ വന്നിട്ടുള്ളതാണ്. ഇറ്റ് ഈസ് എ ഗുഡ് ക്യാരക്ടർ. നമുക്ക് ഭയങ്കര ലവബിൾ ആണ്, ലൈക്കബിൾ. അതെ, സാർ ആദ്യം തന്നെ സൽമാൻ സാർ കഥ പറയുമ്പം രഞ്ജി സാറിന്റെ പേര് പറഞ്ഞിരുന്നത്. കാര്യം ഇത് അദ്ദേഹം തന്നെ വേണം. ബാക്കി ഇപ്പൊ സാർ ഇപ്പൊ ഇന്റർവ്യൂല് പറഞ്ഞാണ് നായകൻ, എനിക്കറിയില്ല ആ കാര്യം, പക്ഷെ ഇത് എന്നോട് പറയുമ്പോൾ ഹി വാണ്ടഡ് രഞ്ജി സാർ. ഈ ശരിക്കും പറഞ്ഞാലേ ഇപ്പൊ സാർ ഈ നമ്മുടെ സ്ഥലത്തെ പ്രധാന പൈൻസ് ഒക്കെ ചെയ്യുമ്പോൾ പിന്നീട് അങ്ങോട്ട് വന്ന സിനിമകളിലൊക്കെ ഒരു കോമൺ മാൻസ് ഹീറോ കോൺസെപ്റ്റ് എപ്പോഴും പിന്നീട് വന്നിട്ടുണ്ട്. ഇന്ത്യയിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള പല ഹിറ്റ് സിനിമകളുടെയൊക്കെ മെയിൻ പോയിന്റ് നമ്മൾ ആ കോമനോട് കണക്ട് ആവുക. ശരിക്കും ഈ പിന്നീട് എപ്പോഴെങ്കിലും ഈ ജേർണലിസം കരിയർ ആണ് ആ ഒരു കോമൺ മാൻസിലേക്ക് എത്താനുള്ള ഏറ്റവും വലിയ കാരണം എന്ന് പിന്നീട്. ഞാൻ ഒരു ഫുൾ ടൈം പൊളിറ്റീഷ്യൻ ആയിരുന്നു. That has influenced me. മുഴുവൻ സമയം രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ടായിരുന്നല്ല. I was a common man. I still have that same mindset. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് നമ്മുടെ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാട്, രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ ഉണ്ടാകുന്ന സാധാരണക്കാർക്കിടയിൽ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭവ പരിചയങ്ങൾ, നിലപാടുകൾ, അതൊക്കെ സ്വാഭാവികമായിട്ടും പിന്നീടുള്ള ജീവിതത്തിലും എഴുത്തിലും ഒക്കെ നമ്മളെ സ്വാധീനിച്ചുകൊണ്ടേയിരിക്കും. ഇതിൽ പറയുന്ന ഒരു ടോപ്പിക് അത് തന്നെയാണല്ലോ, ഒരു നമ്മുടെ കോമൺ മാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മാധ്യമത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ത്രെഡിനകത്ത് പറഞ്ഞിരിക്കുന്നുണ്ട്. സോ അതൊക്കെ എത്രത്തോളം ഇമ്പാക്ട്ഫുൾ ആയിട്ട് സാറിന് മുമ്പിൽ അതിലെ ഇഷ്യൂസ് എല്ലാം തന്നെ കോമൺ മാൻസ് ഇഷ്യൂസ്, സാധാരണക്കാരന്റെ ജീവിതത്തിനെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്ന വിഷയങ്ങളിലൂടെ തന്നെയാണ്, സാധാരണക്കാരന്റെ ജീവിതത്തിലൂടെ തന്നെയാണ് അത് കടന്നു പോകുന്നത്. ഫസ്റ്റ് പറയുമ്പോ സാറിനോട് പറയുമ്പോൾ എക്സൈറ്റ്മെന്റ് എന്തായിരുന്നു? സത്യത്തില് രഞ്ജി സാറിന്റെ അടുത്ത് പറയുമ്പോ നമുക്കൊരു പേടി, ഇപ്പൊ തുടക്കക്കാരൻ എന്ന നിലയിൽ എൻ്റെ ഉള്ളിലൊരു പേടി തന്നെയായിരുന്നു. പക്ഷെ എനിക്ക് തോന്നണം എനിക്ക് ഫസ്റ്റ് ഇപ്പൊ പേടി മാറി. ഇപ്പൊ പേടി മാറി കുറച്ചുകൂടെ സൂക്ഷിക്കണം, ബാലൻസ് ചെയ്യാം. സാറിനോട് ഒന്ന് പറയാനുണ്ട്, കാരണം ഞാനൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോ സാറ് വരുമ്പോ ഒരു ഭയങ്കര ഒരു ഫീൽ ഉണ്ടാവാറുണ്ട്. ഇതേ ഫീൽ തന്നെയായിരുന്നു ഞാൻ ഫസ്റ്റ് ഡേയിൽ അനുഭവിച്ചത്. ഇതേ ഫീൽ തന്നെയാണ് ഞാൻ ഫസ്റ്റ് ഡേ പറഞ്ഞു. സാറ് സെറ്റിലോട്ട് വരുമ്പോൾ എങ്ങനെ പറയും, പക്ഷെ സാർ അത് ഭയങ്കരമായിട്ട് ഹാൻഡിൽ ഞങ്ങളെ കൺവിൻസ് ചെയ്ത് കളഞ്ഞു. അതാണ് സത്യം. അല്ല, ആ മൈൻഡ് സെറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹം രണ്ട് മക്കളുടെ കൂടെയും ഇന്ററാക്ട് ചെയ്യുന്നത് അദ്ദേഹത്തിന് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കുട്ടികളിൽ നിന്ന് പഠിക്കണമല്ലോ, അത് കറക്റ്റ് ലേണിംഗ് സാറിന് ഉണ്ടായിട്ടുണ്ട്. അപ്പം അത് സാറ് മെയിൻറ്റെയിൻ ചെയ്തതാണ് ഏറ്റവും വലിയ നല്ല കാര്യം. അതൊക്കെ എനിക്കിപ്പോൾ ഒരു ലേണിംഗ് ആയിട്ട് വരുന്നു. കാര്യം എൻ്റെ കുട്ടികൾ വളർന്നു വരുന്നു. ഞാൻ ഒരു പരിധി വരെ കഴിഞ്ഞ വർഷം വരെയൊക്കെ ഒരു ചാക്കോമാശായിരുന്നു. അപ്പം ഞാൻ സാറിനോടൊക്കെ ഡിസ്കസ് ചെയ്യാറുണ്ട് പലപ്പോഴും ആ കാര്യം. സാറിനും ട്വിൻസാണ്, എനിക്കും ട്വിൻസാണ്. അപ്പം ആ ആംഗിളൊക്കെ ഞാനിപ്പം മാറ്റി തുടങ്ങിയതിൻ്റെ ഒക്കെ ഒരു റീസൺ ഇദ്ദേഹമൊക്കെ ലാൽ സാറ്, സിദ്ദിഖ് ലാൽ സാറ്, ജീനോടുള്ള അല്ലെങ്കിൽ ഞങ്ങളോടൊക്കെ സീനിയേഴ്സ്, ഇപ്പോൾ സിദ്ദിഖ് പെരുമാറുന്ന സീനിയേഴ്സ് നമ്മളോട് കാണിക്കുന്നത് നമ്മൾ എഫക്ട് ചെയ്യും. ഈ ഷോട്ടിന്റെ ഇടയിൽ എങ്ങനെ ഒരു ഗിവ് ആൻഡ് ടേക്ക് നിങ്ങൾ രണ്ടുപേരും? ഷോട്ടിന്റെ ഇടയിൽ എനിക്ക് അജു ഭയങ്കരമായിട്ട് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഓരോ ഷോട്ടും കഴിയുമ്പോൾ വളരെ കൃത്യമായിട്ട് വന്നിട്ട് അത് എനിക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും പറയാനുള്ളൊരു മനസ്ഥിതി അജു കാണിച്ചിട്ടുണ്ട്. അതെന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈ സിനിമയിൽ. ഈവൻ ഡബിങ്ങിൽ പോലും, ഡബിങ്ങിലും അജു, ഞാൻ പ്രധാനപ്പെട്ട പോർഷൻസ് ഡബ് ചെയ്യുമ്പോഴൊക്കെ അജു കൂടെ ഉണ്ട്. അതെ. അപ്പൊ അജു സാറെ നമുക്കത് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കാറുണ്ട്. അതെനിക്ക് വളരെ പോസിറ്റീവായിട്ടാണ് തോന്നിയത്. സ്വാഭാവികമായിട്ടും നമുക്കൊരു ഇത്തരം കാര്യങ്ങളിൽ നമ്മളുടെ ഒരു ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവാണ്. ചിലപ്പോൾ നമുക്ക് പറയുന്നത്, എസ്പെഷ്യലി ഡബ് ചെയ്യുമ്പോഴും അഭിനയിക്കുമ്പോഴും നമുക്ക് ശരിയെന്ന് തോന്നുന്ന
ഒരു രീതിയിലാണ് നമ്മൾ അഭിനയിക്കുക. അത് ഒരു കോ ആക്ടർ പറയുമ്പോൾ ചിലപ്പോൾ ഡയറക്ടർ പറയുന്ന രീതിയിലായിരിക്കില്ല ഒരു കോ ആക്ടർ പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ അതിനെ സമീപിക്കുന്നത്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ബുദ്ധിമുട്ടും അത്തരം നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ അഭിപ്രായങ്ങളോ നിരീക്ഷണങ്ങളോ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കിയിട്ടില്ല. അതെന്നെ കൂടുതൽ സഹായിച്ചിട്ടേ ഉള്ളൂ. എനിക്ക് ഡബിങ്ങിൽ പറയാൻ പേടിയുണ്ടായിരുന്നു. സുരേഷ് ഗോപിയെ തൊട്ട് വലിയ വലിയ എല്ലാരെയും നല്ല ഫയർ ബ്രാൻഡ് ഡയലോഗ്സ് ഡബ് അഭിനയിക്കുമ്പോൾ എനിക്ക് ജേക്കബ് തന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. ഞാൻ ഏടിയായിരുന്നു, സാർ അടുത്ത ഷോട്ട് ഇതാ, അടുത്ത സീൻ ഇതാ പറഞ്ഞ് ബ്രേക്ക് ടൈമിലൊക്കെ ഉണ്ടാക്കിയ ഒരു ഇതുണ്ടല്ലോ. അതിപ്പോ ആക്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ അത് കുറച്ചുകൂടി ഡബ് ചെയ്യാൻ നേരത്ത് ഞാൻ സാറിനോട് പറഞ്ഞു, നമ്മൾ പറയാൻ പോകുന്നത് രഞ്ജി പണിക്കറോടാണ്, അത് സംഭാഷണത്തെ കുറിച്ച്. അപ്പം ഞങ്ങളുടെ ഒരേ ഒരു കോൺഫിഡൻസ് എന്താ വെച്ച് കഴിഞ്ഞാൽ സാറിന് ക്യാരക്ടർ ഭയങ്കര ഇഷ്ടമായി. സാർ അത് മനോഹരമായി ഞങ്ങളെ രസിപ്പിച്ചു. അപ്പം സാറിന്റെ റിജിഡിറ്റി ബോധറേഷൻ ഒന്ന് സാറിനെ അറിയിക്കുക. ഇവിടെ റിജിഡ് ആയിട്ടുണ്ട് വോയിസിങ്, അത് മാത്രമേ നമ്മൾ ഉദ്ദേശിച്ചുള്ളൂ. അത് പറയാൻ ഞാൻ വിചാരിച്ചു ആ ഫ്രീഡം വെച്ച് നമുക്ക് പറഞ്ഞു നോക്കാം. സാർ റിസീവ് ചെയ്യുകയാണെങ്കിൽ വെൽ ആൻഡ് ഗുഡ്, ഇല്ലെങ്കിൽ മിനിമണ്ടായിരിക്കാം. പക്ഷെ സാർ അത് അതേ സമീപനം ഇവിടെയും കാണിച്ചു. ഞാൻ ഭയങ്കര എൻജോയ് ചെയ്ത ആ റോളില്. കാര്യം ഞങ്ങളുടെ റോളിന് സിനിമ എന്തോ ആയിക്കോട്ടെ, ഞാൻ റിസൾട്ട് ബോധർ ചെയ്യുന്ന ആളല്ല എത്രയോ കാലമായിട്ട് സിനിമയെ കുറിച്ച്. അപ്പം എനിക്ക് ചെയ്യുന്ന സമയത്ത് ഈ കെമിസ്ട്രി ഭയങ്കര എന്നെ സന്തോഷിപ്പിക്കുന്ന കാര്യം. അതിൽ ഞാൻ ചെറിഷ് ചെയ്യും. ഭാവിയിലും ഞാൻ ആ സീക്വൻസ് കണ്ടിട്ട് സ്വഭാവം ലവ് ആക്ഷൻ ഇവന്റെ കൂടെ എനിക്കത് നാച്ചുറലി അവന്റെ ഒരു കോംപ്ലിമെന്റിങ് പവറിൽ അത് കിട്ടുന്നുണ്ട്. ഇപ്പം അതിനകത്തല്ലേ മറ്റേ ഇതിനകത്ത് ജേക്കബിന്റെ തിരിച്ച് പറഞ്ഞു സച്ചിൻ എന്ന് പറഞ്ഞ് ഞാൻ ഇടയ്ക്ക് കാണുന്നത്. അത് അങ്ങനെ ഓടിയൊരു സിനിമയല്ല. അപ്പം സാറിനോട് വർക്ക് ചെയ്യാൻ ധ്യാനം എനിക്ക് ഇഷ്ടമൊക്കെ ആയതുകൊണ്ട് സാറിൻ്റെ അടുത്ത് തന്നെ ആ ക്യാരക്ടർ വെച്ചിട്ട് അതിലൊരു ബേക്കറിയിൽ ഇരുന്ന് പുറത്തിറങ്ങി വന്നിട്ട് ഒരു സീനൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഞാൻ ചുമ്മാ കാണാറുണ്ട്. സിനിമ ഓടിയ സിനിമയല്ല, അതായത് ഞാൻ പറയാൻ കാര്യം. അപ്പൊ ആ കെമിസ്ട്രി എനിക്ക് ഇതില് ക്യാരക്ടർ വൈസ് നന്നായിട്ടുണ്ട്. ഓൺ പേപ്പേഴ്സ് റിട്ടൺ ആണ് ഈ കഥാപാത്രവും തമ്മിൽ ഒരു ബോണ്ടിങ് വരുന്നത്. അത് രസകരമായിട്ടാണ് പോകുന്നത്. അത് ആസ്വദിക്കാൻ പറ്റി. എസ്പെഷ്യലി അത് കട്ട് ഷോട്ട്സിലല്ല. ചില അങ്ങനെ ഒരു ഫീൽ ഉണ്ടാകുമ്പോൾ ആക്ടേഴ്സിന് ഇച്ചിരി ലോങ് ഷോട്ടൊക്കെ കൊടുത്താൽ അത് കാണാൻ ഒരു രസമാണ്. ഞാൻ ഹോർലിക്സ് ആയിട്ട് സാറിന് പോയിട്ട് ഒരു സീനുണ്ട് ടി വി കാണുന്നത്. അത് എനിക്കൊന്ന് ഒരു ടേക്കോ 2 ടേക്കോ ഉണ്ടാവുള്ളൂ. അത് എൻജോയ് ചെയ്ത് ഞാൻ ചെയ്ത സീനാ. ശരിക്കും ഹ്യൂമർ സൈഡ് കുറച്ചുകൂടെ ഒക്കെ എക്സ്പ്ലോർ ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ടോ സിനിമയില് സാറിന്റെ? എഴുത്തിലാണോ? എഴുത്തിലും ആണെങ്കിലും. എഴുത്തില് എനിക്ക് ഹ്യൂമർ എന്റെ കയ്യിലുള്ള ഒരു സാധനമായിട്ട് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. പശുപതി എഴുതിയ ആളാണ് ധ്യാന്റെ മോളെ ഞാൻ ഇപ്പോഴും വിളിക്കുന്നത് UDC എന്നാണ്. അവൾ ഒരുങ്ങി വരുമ്പോ അല്ല, പിന്നെ ഫസ്റ്റ് 2 സിനിമ ഉണ്ട്, പിന്നെ എൻറ്റയർലി വേറൊരു കൈൻഡ് ഓഫ് ഫിലിം മേക്കിംഗ്. അത് ഫസ്റ്റ് 2 സിനിമകളും എന്റെ കഥയിൽ നിന്നുണ്ടായ സിനിമകളല്ല. എന്റെ കഥയിൽ നിന്ന് ഞാൻ എഴുതിയ ആദ്യത്തെ സിനിമ തലസ്ഥാനമാണ്. അവിടെ മുതൽ ആ വ്യത്യാസമുണ്ട്. ഈ ശരി, ഞാൻ കേട്ടിട്ടുണ്ട് ഒരു 2017-16 വേലുത്തമ്പി ദളവയുടെ ഒരു സിനിമ സാറ് പ്ലാനിങ്ങിൽ അത് എഴുതി പൂർത്തിയാക്കിയതാണ്. പല കാരണങ്ങളാൽ അന്ന് അതിന്റെ ഒരു ബഡ്ജറ്റിന്റെ ഭാഗത്തിൽ മലയാള സിനിമ വളർന്നിട്ടുണ്ടായിരുന്നില്ല. ഈ വിപണന സാധ്യതകൾ വളരെ കുറവായിരുന്ന ഒരു കാലത്താണ് ആ സിനിമ എഴുതാൻ തുടങ്ങിയതും പിന്നീട് അത് എഴുതി പൂർത്തിയാക്കിയതും അതൊരു പ്രോജക്റ്റായിട്ട് രൂപപ്പെട്ടതും പിന്നെ അത് നടക്കാതെ പോയതും ഒക്കെ ഈ പറഞ്ഞ ഇത്രയും വിശാലമായ ഒരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഒരു സ്പേസ് മലയാള സിനിമയ്ക്ക് ഉള്ള കാലത്തല്ല. ഇപ്പോഴാണെങ്കിലും നടക്കും. അന്ന് തന്നെ ലാലേട്ടനെ വെച്ചിട്ടൊരു മാസ് എന്റർടൈനറും കൂടെ സൈമിൾട്ടേനിയസ്ലി പ്ലാനിങ് ഉണ്ടായിരുന്നല്ലോ. ശരിക്കും ഞാൻ വായിച്ചിട്ടുള്ളത്, ഞാൻ പറഞ്ഞിട്ടാണോ? അല്ലല്ല, ഒരു ഇന്റർവ്യൂല് ഇങ്ങനെ വായിച്ചിട്ടുള്ള 2 സിനിമയുടെ പ്ലാനിങ് ഉണ്ടായിരുന്നു. ഇല്ല, അന്ന് ഞാൻ ലാലിനെ വെച്ച സിനിമ ആലോചിച്ചിട്ടില്ല. ഇതുണ്ടായിരുന്നു വേലുത്തമ്പി ദളവ. വേലുത്തമ്പി 2010 ഉണ്ടായ പ്രോജക്റ്റാണ്. അത് ഇടയ്ക്ക് അത് നിന്ന് പോയതിനു ശേഷം വീണ്ടും അതൊന്ന് ലൈവായി, വീണ്ടും എഴുതിയത് പൂർത്തിയാക്കി. ബാക്കിയുള്ള കാസ്റ്റിംഗിലേക്കൊക്കെ എങ്ങനെ എത്തണേ? ബാക്കി സപ്പോർട്ടിങ് കാസ്റ്റ് സുരാജേട്ടനുണ്ട്,
ഇതിനകത്ത്? ബാക്കി ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര നമ്മൾ ഡെയിലി കാണുന്ന മുഖങ്ങളുണ്ട്, ആ. അവരിലേക്കൊക്കെ എത്തുന്ന ഒരു പോയിന്റ് ഉണ്ട്. ഇതില് ഇതിന്റെ ഓരോ ക്യാരക്ടറുകളും ഫിക്സ് ചെയ്യുമ്പോ ആദ്യം ഒരു ക്യാരക്ടറിലേക്ക് എത്തിയ കഥ പ്രത്യേകം പറയണേ. അത് പറയില്ല അത് പറയില്ല. ഓരോ ക്യാരക്ടറിലേക്കും എത്തിയതേ ഇഷ്ടാണ്. അദ്ദേഹം തന്നെ അഭിനയിച്ചത്. അങ്ങനെയൊന്നുമില്ല. അത് ശരി 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 ശരി. അതെന്തായിരുന്നു ചെയ്യാനുള്ള? അതൊന്നുമില്ല. അത് അങ്ങനെ വലിയ കാര്യങ്ങൾ അതിനുള്ള ട്രോൾ ഫോട്ടോ ഞങ്ങൾ ഇപ്പോഴേ വരും. വരും വരും. ഞാൻ തന്നെ ഉണ്ടാക്കും. ഈ സ്ക്രിപ്റ്റ് കഴിഞ്ഞപ്പോ തന്നെ പ്ലാൻ ചെയ്തപ്പോ ഓരോരുത്തരുടെ മുഖം നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു. അത് ഇപ്പൊ ജോമോനായാലും അഖിലായാലും ഷമീർ ആയാലും നന്ദുചേട്ടൻ അമേസിങ് റോളാണ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇന്ദ്രൻ ചേട്ടനായാലും ഏകദേശം എൻ്റെ ലൈഫിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഫസ്റ്റ് പടത്തിൽ ഒരു 18-20ഓളം ആർട്ടിസ്റ്റുകൾ ജോയിൻ ചെയ്തുകൊണ്ട് ഈ പടം വന്നിരിക്കുക. അത് എനിക്ക് തോന്നുന്നത് ഞങ്ങൾക്ക് എൻ്റെ ഇപ്പം രഞ്ജി സാർ ഇരിക്കുന്നതുകൊണ്ടല്ല, ഞാൻ സാറിനോടും പറഞ്ഞില്ല, അല്ലെങ്കിൽ അങ്ങനെയല്ല. ഇപ്പൊ ഞാനൊക്കെ സിനിമയിലേക്ക് വന്ന, അല്ലെങ്കിൽ സിനിമയുടെ തുടക്കകാലം വരുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് ഈ തലസ്ഥാനവും രഞ്ജി സാറിന്റെ ഒക്കെ സ്ക്രിപ്റ്റും രഞ്ജി സാറിന്റെ ഒക്കെ ഡയറക്ഷനിലൊക്കെ കണ്ട് നമ്മളൊരു ഗുരുസ്ഥാനീയനായിട്ട് നിർത്തിയിരിക്കുന്ന മനസ്സുകൊണ്ട് അങ്ങനെ കണ്ട് വളർന്നു വന്ന ആൾക്കാർ. അതുകൊണ്ട് തന്നെ എന്റെ ആദ്യത്തെ പേടി ഇന്നലെ രാത്രി കൂടെ എന്നെ പേടിപ്പിച്ചു. അങ്ങനെയല്ല, അതൊരു ഞങ്ങള് സാറിനോട് പറയും, എല്ലാവരും ഈ ഇൻഡസ്ട്രിയിലെ ആർക്കാ ഒരു റെസ്പെക്ട് ഇല്ല സാറേ, കറക്റ്റ് റെസ്പെക്ട് ഇല്ലാത്തവർക്ക് അങ്ങനെ സെലക്ട് ചെയ്ത ആർട്ടിസ്റ്റുകളായാലും അത് എനിക്ക് തോന്നുന്നു എൻ്റെ സെലക്ഷന് ഒരിക്കലും ഞാൻ ആദ്യം ഡിസ്കഷൻ ചെയ്ത് പ്രൊഡ്യൂസറാണ് ശ്രീ സാറ്, ബിനി ചേച്ചി, ഇവരോടൊക്കെ ഞാൻ ഇന്ന കാസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ അവർ ഭയങ്കര സപ്പോർട്ടായിരുന്നു. അവർ പറഞ്ഞു ശരി ഓക്കെ നമുക്ക് പോവാം, വേറെ ഒന്നും നോക്കണ്ട എന്ന് പറഞ്ഞ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. തുടങ്ങിക്കഴിഞ്ഞ് വന്ന സിനിമ ഒരു പകുതിയിലൂടെ എത്തിയപ്പോഴത്തേക്കും, അല്ലെങ്കിൽ ഒരു 10 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഇവരെല്ലാം ഭയങ്കര ഒരു ബ്ലെൻഡായിട്ട് അത് ക്യാരക്ടറായിട്ട് അങ്ങോട്ട് ചേർന്നു. ഇതിൻ്റെ അകത്തൊരു വ്യാജ പ്രസ്താവനയുണ്ട്. ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ എന്നെ സാറ് വന്നതോടുകൂടിയാണ് ഇവിടെ എല്ലാം ബ്ലെൻഡ് ആയെന്ന് പറഞ്ഞു. അത് സത്യമല്ലേ? അത് സത്യമല്ലേ? അത് സത്യമാട്ടോ. അത് സാറിന് ഭയങ്കര എവിഡന്റ് ആയിരുന്നു സെറ്റില്. അതുവരെ ഞാൻ എന്റെ ഷോട്ട് പോകും, ഞാൻ അങ്ങനെ അഭിനയിക്കുന്ന സമയത്ത് ഇച്ചിരി ബുദ്ധിമുട്ടാണ് സംവിധായകർക്ക് പൊതുവെ എന്റെ സംശയങ്ങൾ. അപ്പൊ അവർക്ക് തൃപ്തിയാവുന്ന ഒരു 5 ഷോട്ട് ടേക്ക് എടുക്കാം, എനിക്ക് തൃപ്തിയാവുന്ന ഒരു 3-4 എടുത്തേ പറ്റൂ. അപ്പൊ അത് ഉണ്ട്. അതിപ്പോ ഇന്റർവ്യൂല് തന്നെ പറയാൻ കാര്യം നാളെ ഇനി വരുന്നവർ അറിഞ്ഞു വന്നാൽ മതി. അപ്പൊ അതുകൊണ്ട് കാര്യം സാറിനോട് ഇപ്പൊ വിളിച്ചു ചോദിച്ചു, അജു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കിയെന്ന് പലരും വിളിച്ചു ചോദിച്ചു. ഉണ്ടാക്കിയെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. അപ്പൊ ഇതിനു വേണ്ടിയാ ഔട്ട് വരുന്ന പ്രേക്ഷകർ. അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനെ മെക്കാനിക്കലായിട്ട് പോവാ, എന്റെ കാര്യം മാത്രം നോക്കി പോവാ. സാറ് വന്നപ്പം ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു പാസ്റ്റ് ഉണ്ടല്ലോ, അപ്പം നാച്ചുറലി ഞാൻ കുറച്ചുകൂടി നമുക്കറിയാവുന്ന ഒരു ആള് സീനിയർ വന്നു. ഒരു നമുക്ക് ഈ ഫസ്റ്റ് ഇയർ ചെല്ലുമ്പോൾ 4th ഇയർ നമ്മുടെ പരിചയമുള്ള ഈ റിലേറ്റീവ് ആണെങ്കിൽ കൊണ്ടൊരു സ്വാതന്ത്ര്യമാണല്ലോ ക്യാമ്പസില്. സാറ് വന്നു കഴിഞ്ഞ് ഫുൾ സെറ്റ് കലക്കി. അത് എവിഡന്റ് ആയിരുന്നു. എല്ലാവരുടെയും എനർജി വ്യത്യാസം, പാർട്ടിസിപ്പേഷനിലുള്ള വ്യത്യാസം, അത് ഞങ്ങളുടെ സെറ്റിൽ വളരെ എവിഡന്റ് ആയിട്ട് ഞാനത് കണ്ടു. അതുവരെ എല്ലാവരും വന്ന് ജോലി ചെയ്ത് പോയി, പാക്കപ്പ് വിളിച്ചു പോയി. സാറ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എനർജി, സൗണ്ട്, ഇപ്പോൾ ഇതൊക്കെ വ്യത്യാസം വന്നു. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് പറയാറില്ല. ചില വ്യക്തികൾക്ക് ആ പവർ ഉണ്ട്. ചിലർ ഒതുങ്ങിപ്പോവും, ചിലർ വരുമ്പോൾ എല്ലാവരും അട്രാക്റ്റഡ് ആവും. അത് ഒരു ക്യാരക്ടറിന്റെ അല്ലെങ്കിൽ ഒരു ഓറയുടെ ഒക്കെയാണ്. ഈ സിനിമ ബേസിക്കലി ഇപ്പം ഞങ്ങൾ എൻജോയ് ചെയ്തു. പ്രേക്ഷകർ അവര് RRR കാണുന്ന അതേ മൂല്യത്തിലാണ് അവർ ഇതിനും ടിക്കറ്റ് എടുക്കേണ്ടത്, ഇല്ല ഞാൻ പറയുന്നത്. ഇത് ഞങ്ങൾ എൻജോയ് ചെയ്തൊരു എന്താ പറയുക, ഇപ്പം നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ കാണുന്ന ഓരോ സിനിമകളില്ലേ, ഞാനിങ്ങനെ പേരെടുത്ത് പറയാൻ എനിക്കറിയില്ല. എനിക്ക് കാസർഗോഡ് കാതർവായിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സിനിമ. പ്രിയപ്പെട്ട കുക്കു, അങ്ങനെ ഇന്നത്തെ പ്രോഗ്രാം, ഡോക്ടർ പശുപതി, അപ്പൊ അങ്ങനെയൊക്കെ പറയുന്ന സിനിമകളുണ്ട്. ആ സിനിമകൾ എൻ്റെ ഫേവറേറ്റാണ്. അങ്ങനെ ഒരു സിനിമയാണ് നമ്മൾ അറ്റൻഡ് ചെയ്യുന്നത്. കുറച്ച് സോഷ്യൽ ഇഷ്യൂ, എന്നാൽ കൂടുതലും ഞങ്ങളുടെ ഒരു പടക്കുതിര എന്ന് പറഞ്ഞ പ്രസ്ഥാനം ഒരു ഇന്നിപ്പം പേരെടുത്താൽ അത് ഞാൻ പറയുന്നില്ല. പക്ഷെ നമുക്ക് ചില മാഗസിൻസ് ഉണ്ടല്ലോ,
അവർക്ക് ന്യൂസ് വളച്ചൊടിക്കാൻ ഭയങ്കര താല്പര്യം. ഉം. അവരുടെ ഇപ്പോഴാണ് ഓൺലൈൻ തമ്മിൽസ് ഒക്കെ വന്നത്. പണ്ട് മാഗസിന്റെ പുറത്താ തമ്മിൽ. അപ്പൊ അങ്ങനത്തെ ഒരു മാഗസിനെ ഇപ്പം പണ്ട് നല്ലൊരു ജേർണലിസ്റ്റ് പ്രസ്ഥാനമായിരുന്നു. ഉം. ഇന്നതല്ല. ഞങ്ങൾ കുറച്ചുപേരെ ഹാൻഡിൽ ചെയ്യുന്നത്. അവിടോട്ട് സാറ് വരികയാണ്. അപ്പൊ അങ്ങനെ ഞങ്ങളുടെ വിഷയം പറയുന്ന ഒരു സ്റ്റോറിയാണ്. ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ചെറിയ സംശയം. അപ്പൊ അരുൺ ചന്തു അല്ലെങ്കിൽ ബേസിൽ ഇവരൊക്കെ ഫസ്റ്റ് പടം ചെയ്യുന്നത് ഇപ്പൊ അജേട്ടനപ്പോൾ, അപ്പൊ ഫസ്റ്റ് ടൈം ഡയറക്ടേഴ്സിനോടും ഈ പറഞ്ഞ സംശയങ്ങളൊക്കെ ഉണ്ടാവും? ഞാൻ പൂർണ്ണമായിട്ടും ഡയറക്ടേഴ്സിനെ വിശ്വസിക്കുന്ന ആളാണ്. പൂർണ്ണമായിട്ടും. എനിക്ക് ഇപ്പോൾ എക്സ്റ്റംബർ ആണ് കുറച്ചും കൂടി ഇഷ്ടം. നേരത്തെ പോയി പ്ലാൻ ചെയ്യാനുള്ള വേഷങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല, എനിക്ക് വന്നിട്ടില്ല. അങ്ങനെയുള്ള വേഷങ്ങൾ കിട്ടിയാൽ എങ്ങനെ സമീപിക്കണം എന്ന് എനിക്കറിയില്ല. അതാണ് ഇപ്പോൾ പലപ്പോഴും മമ്മൂക്ക, ജയേട്ടൻ, ഒരു പരിധി വരെ ഇപ്പം ആസിഫ് അലി അല്ലേ, നമുക്ക് കെട്ടിയോളെ കാണുമ്പോൾ ആസിഫ് അലി അല്ല, ഇപ്പം കിഷ്കിണ്ഡം കാണുമ്പോൾ വേറൊരാളാണ്. അത് മെത്തേഡ് ആക്ടിങ് ആണ്. അത് എനിക്ക് തോന്നുന്നു ഒരുപാട് അങ്ങനെ എളുപ്പത്തിൽ കിട്ടില്ല, ലോഡ് ഓഫ് ട്രെയിനിങ്ങിൽ വരുന്നതാണ്. എനിക്കെന്തോ മറ്റേ എക്സ്റ്റംബറാ കുറച്ചുകൂടി ഇഷ്ടം. അപ്പം എനിക്കവിടെ വിശ്വാസം 100%. എൻ്റെ തർക്കം, ഡിബേറ്റ്, ആർഗ്യുമെൻ്റ് ഒക്കെ ഡയറക്ടറാണ്. ആ സമയത്ത് ഡയറക്ടർ സത്യം പറഞ്ഞാൽ എനിക്ക് സുഹൃത്താണ്, എല്ലാമാണ്, അതേപോലെ ശത്രുവായി തോന്നാറുണ്ട്. അത് എൻ്റെ എന്നെ കൺവിൻസ് ആക്കാത്തൊരു തിരിച്ചും തോന്നുന്നുണ്ടല്ലോ. ഉറപ്പല്ലേ? തീർച്ചയായിട്ടും തോന്നും. അവർക്ക് ദേഷ്യം. ഞാൻ കോൺഫ്ലിക്റ്റ് ആണ്. പക്ഷേ ആ കോൺഫ്ലിക്റ്റ് എപ്പോഴും അതിന്റെ ഒരു ഔട്ട്കം നന്നായിരിക്കും. അതിന് വേണ്ടി ഡബ്സ്യൂട്ടില്ലേ ഇപ്പൊ ജിതൻ ചേട്ടൻ, ലാൽ മീഡിയ, വെരി സീനിയർ സൗണ്ട് എഞ്ചിനീയറിംഗ് ഒരാളാണ്. ഞാൻ കണ്ടിട്ടുണ്ട് മിന്നൽ മുരളി കറക്ഷൻ ഒക്കെ ഞാൻ പോയി മിക്കപ്പോഴും ജിതൻ ചേട്ടൻ വരുമ്പം മെനക്കേടാൻ എന്ന് പറഞ്ഞു. അപ്പൊ ജിതൻ ചേട്ടൻ ഞാൻ കണ്ടിട്ടുണ്ട് മിന്നൽ മുരളി ഒരു ലൈൻ 1 മണിക്കൂർ മേലെ പുള്ളിക്ക് ഓക്കെ ആവുന്നുണ്ട്, എനിക്ക് ഓക്കെ ആവുന്നില്ല, എനിക്ക് ഓക്കെ ആവുന്നുണ്ട്, അവർക്ക് ഓക്കെ ആവുന്നില്ല. ബേസിൽ നോക്കിയാ കുറച്ച് ഞാൻ പുറത്തിറങ്ങി ഞാൻ നോക്കുമ്പോൾ ജിതൻ ചേട്ടൻ പുറത്ത് വായിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക, ദേഷ്യപ്പെട്ടിട്ടേ ഇവിടെ പിടിച്ചിറക്കണം. പക്ഷെ അത് ആ പ്രോസസ്സ് കഴിഞ്ഞവരേ ഉള്ളൂ. പിന്നെ മിനിഞ്ഞാന്നും അദ്ദേഹത്തിനോടൊപ്പം ഡബ് ചെയ്തൊരു പടം. പക്ഷെ ഞാൻ അത് എൻജോയ് ചെയ്യാറുണ്ട്. ആദ്യം ഞാൻ ക്യാരി ചെയ്യാറില്ല. പക്ഷെ ചിലർക്കത് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഈ സിനിമ 100% ഇദ്ദേഹത്തിന്റെ ഒരു ഫ്രീഡം എനിക്ക് തന്നിരുന്നു. ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് പറഞ്ഞിരുന്ന കാര്യം, എനിക്ക് തോന്നുന്ന എല്ലാ സജഷൻസും എൻ്റെ കഥാപാത്രത്തിനെ കുറിച്ച് ഞാൻ പറയും. അത് ഞാൻ ചെയ്യണോ, നമുക്ക് സിനിമയിൽ വേണോ എന്നൊക്കെ ഉള്ളത് ഡിസിഷൻ മേക്കർ ഇസ് ദ ഡയറക്ടർ. അഭിപ്രായം നമുക്ക് ആരോടും പറയാമല്ലോ, അതൊരു ഇന്ത്യൻ പൗരൻ എന്നുള്ളതിൽ നമുക്ക് പറയാം. പക്ഷെ ആ ഒരു ഗിവ് ആൻഡ് ടേക്കിന് സ്പേസ് തന്നതുകൊണ്ട് വളരെ ഹാപ്പി ആയിട്ട്. ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു. കാര്യം നമ്മളെ വെച്ചൊരു സിനിമ, ഇദ്ദേഹത്തെ പോലെ ഒരു പ്രൊഡ്യൂസർ, ഡയറക്ടർ, വേറെ ശ്രീത്ത് എന്ന് പറഞ്ഞൊരു പ്രൊഡ്യൂസറുണ്ട്, ബിനി എന്ന് പറഞ്ഞ ചേച്ചിയുണ്ട്. ഇവരൊക്കെ നമ്മൾ ഇന്നത്തെ കാലത്ത് പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലി പാടാണ് അതിന്റെ വിപണന സാധ്യത നോക്കുമ്പോൾ. എന്നിട്ട് അവർ വന്നു, എൻ്റെ വീട്ടുകാർ പോലും വന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ നോക്കുമ്പം ഞാൻ അവർക്ക് കൊടുക്കേണ്ടത് എന്താണ്, പുറത്ത് വരുമ്പം ഇത് ജനം ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെയൊക്കെ എഫേർട്ട് വർക്കായി. ലാഭം രണ്ടാമതാണ്, മുടക്ക് മുതൽ എന്നുള്ളതാണല്ലോ പ്രൈമറി. അതുവരെ ഞങ്ങൾ എന്ത് കള്ളത്തരം പറയും ആളെ കേട്ട. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പൊ പടക്കുതിര തിയേറ്ററിലേക്ക് എത്തുകയാണ്. അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു. ഇപ്പോൾ 2025 പടക്കുതിര ആവട്ടെ, 2025 തുടക്കം വലിയ വിജയത്തോടെ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് താങ്ക് യു ഫോർ ദ ടൈമിംഗ് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.